മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞ റിപ്പോർട്ടിന് ഇലക്ഷൻ എക്സ്പ്രസ് യാത്ര. പോർവിളിച്ചും പ്രതീക്ഷകൾ പങ്കുവച്ചും സ്ഥാനാർത്ഥികളും വോട്ടർമാരും യാത്രയിൽ അണിചേർന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിമർശനം നന്ദികേടാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ല എന്ന് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. കോട്ടക്കുന്നിൽ നിന്നാണ് ഇന്നത്തെ ഇലക്ഷൻ എക്സ്പ്രസിന്റെ യാത്ര തുടങ്ങുന്നത്. കാഴ്ചയിലും കണക്കിലും ഹരിതാഭമാണ് മലപ്പുറം. പക്ഷേ അന്തരീക്ഷ താപനില പോലെ തന്നെ തെരഞ്ഞെടുപ്പ് മാപിനിയിലും ചൂട് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. മലപ്പുറത്തേക്കുള്ള മടങ്ങിവരവ് പ്രവർത്തകർ ആഘോഷമാക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിമർശനം നന്ദികേടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ വാസ്തവത്തില് അവര് ഒരു നന്ദികേട് കൂടിയാണ് കാണിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി തോൽപ്പിക്കാൻ കഴിയാത്തയാളല്ലെന്ന് ഇടതു സ്ഥാനാർത്ഥി കെ ടി മുജീബ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാല് വലിയൊരു പർവ്വതാണ് അല്ലേ? പക്ഷേ അത് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഇലക്ഷനോ അങ്ങനെ അല്ലാന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ടല്ലോ. ആ പർവ്വതത്തിന് മുകളിലൂടെ ഒരു മേഘമായി പോകും എന്നാണോ? പക്ഷേ UDF അധികാരത്തിലെത്തിയാൽ ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുനവർ അലി ശിഹാബ് തങ്ങളും ഇലക്ഷൻ എക്സ്പ്രസിനൊപ്പം ചേർന്നു. വേങ്ങര മാറുമെന്നാണ് ഇടത് സ്ഥാനാർത്ഥി സഭ കുണ്ടുപുഴക്കലിന്റെ ആത്മവിശ്വാസം. ഈ നാട്ടുകാരെ എനിക്കറിയാം. കാരണം ഇവിടുത്തെ കുട്ടികള്, ഇവിടുത്തെ സ്ത്രീകള്, ഇവിടുത്തെ യൂത്ത് അവരുടെ ജീവിതം നന്നാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. തിരൂരങ്ങാടിയിൽ ആശങ്കയില്ലെന്ന UDF സ്ഥാനാർത്ഥി PMA സമീറും വ്യക്തമാക്കി. പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഈ ഇലക്ഷനെ ഓൺ ചെയ്യുന്നുണ്ട്. അതാണ് അവർ കാത്തിരിക്കുന്ന പോലെയാണോ? ഒരു തീരുമാനം എടുത്ത് കാത്തിരിക്കുന്ന പോലെ തന്നെയാണ്. ചൂടൻ വാഗ്വാദങ്ങളുമായി വോട്ടർമാരും ഇലക്ഷൻ എക്സ്പ്രസിന് ഒപ്പം ചേർന്നു. കോൺഗ്രസ് ഇന്ന് കഴിവും പ്രാപ്തിയുള്ള നല്ലൊരാൾ വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അല്ലെങ്കിൽ തല പോവും. ടീം ഇലക്ഷൻ എക്സ്പ്രസ് റിപ്പോർട്ടർ.